ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പാറു ഇങ്ങനെ വഴിസൈഡിൽ കാത്തു നിൽക്കുമ്പോഴാട്ടോ നമ്മുടെ വിശ്വജിത്ത് അതിൽ അങ്ങനെ പോകണം. അപ്പോൾ പാറുവിനെ കണ്ടിട്ട് വണ്ടി നിർത്താതെ വിശ്വനെ അങ്ങ് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാറു ഓടി ചെന്നിട്ട് നിർത്തിക്കുക വണ്ടി നിർത്തിക്കെന്ന് പറഞ്ഞു. ഇതെന്താ എന്നെ കണ്ടിട്ട് വണ്ടി നിർത്താതെ പോകുന്നതെന്നും ചോദിച്ചു വിശ്വനെ അവിടെ പിടിച്ച് നിർത്തി. രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ നോക്കിയതാണല്ലേ, ഇത്ര പേടിയാണോ എന്നോട് മിണ്ടാനെന്ന് പാറു ചോദിച്ചു. അതെല്ലാം പാറുവിൻ്റെ അമ്മ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ലല്ലോ. വിശ്വജിത്തിൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും അത്ര വലിയ സ്വീകരണമാണല്ലോ കിട്ടിയത്. എന്ന് വെച്ചാൽ അമ്മയുടെ അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. മനസ്സിൽ കളങ്കം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല സൗഹൃദം തുടരുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ പാറു പറയാം. വിശ്വജിത്തിന് നല്ലൊരു സുഹൃത്തായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അതല്ല പേടിയാണെങ്കിൽ ഇയാൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ കാണാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് പേടിയൊന്നുമില്ല, എന്തിനാ ഞാൻ പേടിക്കുന്നതെന്ന് ചോദിച്ചു. അതും മനസ്സിലായി വണ്ടി നിർത്താത്തപ്പോൾ. ഈ പറഞ്ഞതുപോലും പേടിച്ചിട്ടാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. വിശ്വജിത്തിന് എന്തെങ്കിലും തരത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചു. കുടുംബ കോടതിയിൽ കേസ് തള്ളിപ്പോയി, വാലിഡായിട്ടൊരു വാദം പോലും നടത്താനായിട്ട് ചേച്ചിക്ക് പറ്റിയില്ല എന്ന് പാറു പറയുക. ഇന്ദ്രജിത്തിന് ചില മെൻ്റൽ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഉണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും രേഖകൾ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടനെ കൊടുക്കാനുള്ള വഴി ഞാൻ തന്നെ ഒപ്പിച്ച് തരണമെന്ന് ചോദിച്ചു വിശ്വൻ. എന്നെ പിടിച്ച് ഒറ്റുകാരനാക്കുമോ താൻ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ വിചാരിക്കല്ലേ എന്ന് പറയുന്നു നമ്മുടെ പാറു. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് നമ്മുടെ വിശ്വൻ പറയുക. ബന്ധമൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നും എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ പല്ലവി ചേച്ചിയുടെ യോഗം പോലെ വരുമെന്ന് നമ്മുടെ വിശ്വം പറയും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഋതികയാണ്. ഋതിക അവിടെ നിന്ന് എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോഴാണ് സ്വാതി അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി എന്താ എന്നെ കാണണമെന്ന് പറയുന്നത് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എടി ഞാൻ നിന്നോടെ ഒരു രഹസ്യം പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. വേറെ ആരോടും നീ ഇത് ഷെയർ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണമെന്ന് പറഞ്ഞു. എന്താ ചേച്ചി എന്താണേലും പറയാൻ പറഞ്ഞു. ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്കാണെന്നും ഇതിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരെമൗണ്ട് എഴുതും, 25 ലക്ഷം രൂപ. അപ്പോൾ എന്തിനാണെന്ന് നിനക്കറിയാവോ? ഇല്ല, നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം അത് ഷൂട്ട് ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു. ഇതാണോ അത്ര വലിയ രഹസ്യം? അപ്പം ഇത് പരസ്യം രഹസ്യം ഞാൻ ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ പുള്ളിക്കാരി പറയുക. പിന്നെ ഈ പണം ഇപ്പം നമ്മുടെ ബാങ്കിൽ നിന്ന് പിൻവലിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, അച്ചുവിൻ്റെ കല്യാണത്തിന് കാശില്ലാതെ വരും. അയ്യോ അപ്പോൾ കല്യാണം മുടങ്ങത്തില്ലേന്ന് ചോദിച്ചപ്പം മുടക്കാൻ വേണ്ടിയിട്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാണെന്ന് എനിക്കറിയാവോ? എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? അത് വേണ്ട ചേച്ചി, അച്ചു ചേച്ചിയുടെ കല്യാണം മുടക്കിയിട്ട് നമുക്കൊന്നും വേണ്ട എന്ന് സ്വാതി പറയുമ്പോൾ നീ മുഴുവനും കേട്ടിട്ട് പറ, ചാടിക്കേറി ഇങ്ങനെ അഭിപ്രായം പറയാതെടി പെണ്ണേന്നും പറഞ്ഞ ഋതു. കല്യാണത്തിന് എന്തെങ്കിലും സംഭവിച്ചാലേ വിൽപത്രം റദ്ദായി പോകും, സേതുമാധവൻ തെറിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളത്തില്ലെന്ന് ചോദിച്ചു. കാശില്ല എന്ന് കണ്ട കല്യാണത്തിൻ്റെ തലേന്ന് സേതുമാധവൻ ഒളിച്ചോടി പോകേണ്ടി വരുമെന്നുള്ള കാര്യം ഋതിക പറയാം. സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുക. പിറ്റേന്ന് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ കാശ് കൊണ്ടുവരും, എന്നിട്ട് കല്യാണം നടത്തും എന്നും പറഞ്ഞു. നിശ്ചയിച്ച കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ നടത്തും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കല്യാണം നടത്തുന്നത് നമ്മളായിരിക്കും എന്ന്. അപ്പോൾ ഇതൊക്കെ നടക്കൂ ചേച്ചി? നടത്തിയെടുക്കണം. നടക്കും, ഞാനിത് നടത്തും, നീ വരാൻ പറഞ്ഞു. അങ്ങനെ സ്വാതിയെ കൂട്ടി ഋതു പോവുക. ഈ സമയത്ത് നമ്മുടെ പല്ലവി അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. തൊട്ടരികിലും നമ്മുടെ സേതു ഉണ്ട്, വലിയ ചിരിയൊക്കെ ചിരിച്ച് ഋതുക അങ്ങ് ചെന്ന് കയറുവാണ്. വലിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നാ എന്ന് ചോദിച്ച. അപ്പോൾ ഈ ചെക്കിലൊന്ന് ഒപ്പിട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സേതു ഇത് മേടിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് സേതുവിനും മനസ്സിലായില്ല. അപ്പോൾ ബ്ലാങ്ക് ചെക്ക് ആയതുകൊണ്ട് ഇതെന്താ ഇങ്ങനെ ഇത്രയും ക്യാഷ് എന്തിനാന്ന് ചോദിച്ചു. അല്ല ഇത് അന്നേ പാസ്സാക്കിയതായിരുന്നല്ലോ പരസ്യത്തിൻ്റെ ഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ എന്നാലും ഇപ്പം തന്നെ വേണോ പരസ്യ ഷൂട്ടൊക്കെ എന്ന് സേതു ചോദിക്കുക. അപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. കല്യാണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന് ഗുഡ്വില്ല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഒരു പ്രോഗ്രാം തീരുമാനിച്ചാൽ ഇന്ന് വരെ നമ്മൾ അത് മാറ്റിയിട്ടില്ല എന്ന് ഋതുക പറയുക. കാശില്ലാത്തത് കൊണ്ട് ആടിൻ്റെ ഷൂട്ട് മാറ്റിയെന്ന് പുറത്തറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ആർക്കാ? നമുക്ക് തന്നെയല്ലേ എന്നൊക്കെ ഋതുക ചോദിക്കുക കേട്ടോ.
നാണക്കേട് മാത്രോ? ദേ ക്രെഡിറ്റിൽ തന്നുകൊണ്ടിരുന്നവരൊക്കെ പിന്നെ കാശ് തിരിച്ച് ചോദിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഈ ഋതിക. പിന്നെ ഈ ബിസിനസ് എന്ന് പറയുന്നതേ ഒരു തരം റോളിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയുടെ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക. അമ്മയോട് ചോദിക്കുക എന്ന് പല്ലവി അന്നേരം പറഞ്ഞു കൊടുത്തു. ഈ സമയത്ത് സേതു അമ്മയോട് ചോദിച്ചു. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ക്യാഷ് ഇപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ നഷ്ടം വന്നത് ഞാൻ സഹിച്ചോളാം എന്ന് ഋതിക പറയാം. കടം മേടിച്ചിട്ടാണെങ്കിലും ഷൂട്ട് ഞാൻ നടത്തും എന്നൊക്കെ ഋതിക എന്നിട്ട് അവിടെ നിന്ന് പറയുക കേട്ടോ. അപ്പോൾ സേതു മോൻ അതിൽ ഒപ്പിട്ട് കൊടുത്തേക്കാം എന്ന് പൂർണിമ പറഞ്ഞതുകൊണ്ട് സേതു ഒപ്പിട്ട് കൊടുത്തു. എന്തായാലും ഈ പരസ്യം പുറത്തിറങ്ങുന്നതോടുകൂടി ബിസിനസ് ഒരു കയറ്റം അങ്ങ് കയറും. പിന്നെ നമ്മളായിരിക്കും സിറ്റിയിലെ നമ്പർ 1 ബിസിനസ്സുകാർ. ടെക്സ്റ്റൈൽസ് ബിസിനസ് രംഗത്ത് നമ്മൾ തിളങ്ങും എന്നൊക്കെ പറഞ്ഞ ഋതിക ഇങ്ങനെ പറയാം. പക്ഷേ ഇത് ചതിയാണെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി, അതായത് സേതുവിനും പല്ലവിക്കും. അപ്പം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ കിടക്കാനായിട്ട് അങ്ങ് പോയി. പൂർണിമയും അങ്ങ് പോയി മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കും കേട്ടോ, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരിതേ. അപ്പോൾ പല്ലവി സേതുവിനോട് ചോദിച്ചു, ഇനി ഇപ്പം എന്താ സേതുട്ടോ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ കല്യാണം നടത്താൻ ഇനിയിപ്പോൾ തടസ്സങ്ങൾ വല്ലതും ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് സേതു പറയുക. എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്നും സേതു ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞു കേട്ടോ. അതും പറഞ്ഞു സേതു ഇവിടെ നിന്ന് അങ്ങ് പോയി. പല്ലവി ഇവിടെ ആലോചനയായിട്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി പ്രതാപനും ഭാര്യയും നിഖിലും കൂടെ വരുന്നു. ചേച്ചി എവിടെ എന്ന് പല്ലവിയോട് ചോദിച്ചു. അപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പല്ലവി വിളിക്കാം എന്നും പറഞ്ഞു അങ്ങ് പോകും. അപ്പോൾ മോളെ, അച്ചുമോളെ, മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് വലിയ വിളിക്കുവാണ് പ്രതാപൻ. അപ്പോഴേക്കും അച്ചു അങ്ങോട്ടേക്ക് വന്നു. നിഖിലിനെ കണ്ടപ്പോൾ അച്ചുവിന് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അച്ചു ഇങ്ങനെ വന്നപ്പോഴേക്കും ഇവർ ചെന്നിട്ട്, അതെ ഇങ്ങനെയുണ്ടോ എൻ്റെ മോളെ ഒരു തിരക്ക്? ഇവനാണെങ്കിൽ അച്ചുവിനെ കാണണമെന്ന് പറഞ്ഞു ഒരേ വാശിയാണെന്ന് പറഞ്ഞു. അച്ചു മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദേ കല്യാണം അടുത്തെത്തി, അപ്പം കണ്ടാൽ പോരെ? അതൊന്നും പോരാ അവന്. എന്നാൽ പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ പോരാനായിട്ട് ഞാനും പറഞ്ഞെന്ന് പറഞ്ഞു. എടാ ദേ കാണിച്ച് തന്നില്ല എന്നും പറഞ്ഞ് ഇനി പരാതിയൊന്നും പറഞ്ഞേക്കരുത്. ദാ നിൽക്കുന്നു, എന്താന്ന് വെച്ചാൽ ആയിക്കോളാൻ പറഞ്ഞ് നിഖിലിനോട് പറയുക. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടാട്ടോ ഞാൻ നേരിട്ട് വന്നത്. ഞാൻ എപ്പോഴും ഫോൺ കയ്യിൽ കൊണ്ടുവന്ന് നടക്കാറില്ല എന്ന് നിഖിലിനോട് അന്നേരം നമ്മുടെ അച്ചു പറയും. നിഖിലിനത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിഖിലിനോട് ഒരു താല്പര്യമില്ല അച്ചുവിന്. അങ്കിളെ ഞാൻ വണ്ടിയിലിരിക്കാം എന്ന് പറഞ്ഞു നിഖിൽ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുക. അപ്പം നിഖിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവിന് സമാധാനമായി. നിഖിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോഴേക്കും പൂർണിമയും അതുപോലെ പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടെ അങ്ങ് വന്നപ്പോൾ വലിയ എന്തോ കാര്യം പറയാൻ വേണ്ടി ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടും കൂടി. ചോദിക്കുക എന്നും പറഞ്ഞ് ഭാര്യ ഭർത്താവിൻ്റെ ചെവിയിൽ കടിച്ചു പറിക്കുക. അപ്പം എന്താ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചു. പത്മജ എന്താ ചെവി പറയുന്നേ? അല്ല, ഈ കല്യാണം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇവളുടെ ഒരു ബന്ധു, ഒരു പ്രായമുള്ള ഒരാളെ ആള് ചോദിക്കുവാണേ എന്ത് കിട്ടുമെന്ന്. സ്വർണത്തിൻ്റെ കാര്യമാണേ. അപ്പം എനിക്ക് എന്തെങ്കിലും അവരോട് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കും അതിനെപ്പറ്റി വ്യക്തമായൊന്നും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു മാധവ മേനോൻ്റെ മോളെയാണ് കെട്ടാൻ പോകുന്നത്, ഒട്ടും കുറയില്ല എന്നങ്ങ് പറഞ്ഞു. പിന്നെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒട്ടും കിട്ടിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്നാണോ പറയുന്നേ എന്ന് അച്ചു അന്നേരം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. രണ്ടുപേരും അന്തം വിട്ട്. അച്ചു ഇത് പറയുന്നു പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്നൊന്നും അല്ല മോളെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അത് നാട്ടു നടപ്പല്ലേ മോളെ, നാട്ടു നടപ്പിനെ പറ്റുമെന്ന് എനിക്കറിയില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വളരെ സിമ്പിളായിട്ടേ ഞാൻ കല്യാണ പന്തലിലേക്ക് വരൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. നേരത്തേക്കും നമ്മുടെ പ്രതാപൻ. സ്വർണ്ണക്കടയിലെ പരസ്യത്തിന് മണവാട്ടി ആകാനൊന്നും എന്നെ കിട്ടത്തില്ലെന്നും അച്ചു പറഞ്ഞു. ഇവര് പിന്നെ സ്ത്രീധനം അത് പ്രതീക്ഷിച്ചാണ് കെട്ടാൻ തയ്യാറായിരിക്കുന്നതെങ്കിലേ ഇപ്പം തന്നെ ഇതിൽ നിന്ന് ഒഴിയുന്നതാ നല്ലത്. എനിക്കതിൽ യാതൊരു താല്പര്യവും ഇല്ലയെന്ന് നമ്മുടെ അച്ചു പറയുമ്പോൾ, അയ്യേ ചേച്ചി ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞപ്പോൾ അല്ല പത്മേ അതെ എന്ന് പറഞ്ഞോണ്ട് പത്മജി ഞാനുമേ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്, വളഞ്ഞും ചുറ്റി മൂക്കി പിടിക്കാൻ വരുന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുമെന്ന് അച്ചു പറയുമ്പോൾ, അതുമാത്രമല്ല സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നിയമപരമായി തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. അതെ ഒരു ചീപ്നെസ് ഉണ്ടെന്ന് നമ്മുടെ പല്ലവി പറയാം. നിങ്ങൾക്കത് മനസ്സിലാകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അതാണ് സത്യം. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പ്രതാപൻ ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ പല്ലവിയെ. ഇതൊക്കെ കേട്ട് പൂർണിമ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ചേച്ചി ഇവളാരാ സഭയിൽ കയറി സംസാരിക്കാൻ? എന്താ ചേച്ചി വീട്ടുഭരണം ഇവളെ അങ്ങ് ഏൽപ്പിച്ചോ എന്നും ചോദിച്ചുകൊണ്ട് പൂർണിമയോട് ഈ പത്മജ ചോദിക്കുന്നു. പല്ലവി പറഞ്ഞതിൽ എന്താ തെറ്റ്? സ്ത്രീധനം ചോദിക്കുന്നത് ശരിയാണോ എന്ന് പൂർണിമ തിരിച്ചിവരോട് ചോദിച്ചു. എൻ്റെ മോൾക്ക് ഞാൻ ഇഷ്ടമുള്ളത് കൊടുക്കും, അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും മുൻകൂട്ടി നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നും പൂർണിമയും കൂടെ അങ്ങ് പറഞ്ഞു വെച്ചപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ നാറി വെളുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ.
അച്ചു ഇത്രയും പ്രതികരിക്കുന്ന ഒരു പ്രതീക്ഷിച്ചില്ല. അച്ചു പറഞ്ഞതും പല്ലവി പറഞ്ഞതും എൻ്റെ കൂടി അഭിപ്രായമാണെന്നും പല്ലവിയോട് ഈ പ്രതാപനോട് നമ്മുടെ പൂർണിമ പറഞ്ഞു. പൂർണ്ണ സമ്മതമാണെങ്കിൽ കല്യാണം നടത്തിയാൽ മതിയെന്നും. കണ്ടോ കണ്ടോ പത്മ, ഞാൻ അന്നേരം തന്നെ പറഞ്ഞാലേ ഏട്ടത്തി ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുമെന്ന്. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചത്? വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഈ പ്രതാപൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. പിന്നെ കേട്ടോ ചേച്ചി, ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുന്നേ ഞാൻ ഇവളോട് ഇതൊക്കെ പറഞ്ഞതാ. ഒരു കാരണവശാലും ഒരുക്കങ്ങളെ പറ്റിയോ സ്ത്രീധനത്തെ പറ്റിയോ ഒരക്ഷരം പോലും മിണ്ടി പോയേക്കരുതെന്ന്. ഇവളതൊന്നും കേട്ടില്ല ചേച്ചി, അങ്ങനെ പറ്റിയതാന്നേ. പിന്നെ മോളെ, ഈ സ്ത്രീധനം ചോദിക്കുന്നതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാന്നേ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ തറവാട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ചേച്ചി? നീ ഈ ഇടയായിട്ട് കളരി വല്ലതും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പൂർണിമ. അല്ല, എന്താ ചേച്ചി നല്ല മെയ്വഴക്കമുണ്ട് അതുകൊണ്ട്? അല്ലേ ചേച്ചി, മാലക്കം മറിഞ്ഞതൊന്നും അല്ലെന്നേ, ചേച്ചിയുടെ അതേ അഭിപ്രായം തന്നെ എനിക്ക്, ഞാൻ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പൂർണ്ണിമയെ വശത്താക്കിയിട്ടെന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങുക എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പോകുന്നു. അപ്പോൾ പല്ലവി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. പല്ലവിയുടെ ചെവിയിൽ വന്ന് പ്രതാപൻ, നിയമങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയാണല്ലേ എന്ന് ചോദിച്ചു. സ്വന്തം ഭർത്താവിനെ നിയമപരമായിട്ട് പിരിയാത്ത ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനൊപ്പം അയാളുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് പ്രതാപൻ പല്ലവിയോട് ചോദിക്കുക. നിയമം അത് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സമ്മതിച്ചാലും ധാർമ്മികമായി നോക്കുമ്പോൾ അത് ശരിയാണോ എന്ന് പ്രതാപൻ പല്ലവിയോട് ചോദിക്കുക പതുക്കെ. പല്ലവിയെ തളർത്താൻ വേണ്ടിയാണ് അവനത് ചെയ്തത്. വെറുതെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, മറുപടി ഒന്നും വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് പ്രതാപൻ പോകുമ്പോൾ ഒന്ന് നിന്നേ എന്ന് നമ്മുടെ പല്ലവി. പ്രതാപനോട്ടും പ്രതീക്ഷിച്ചില്ല അത്. സംശയം ചോദിച്ച സ്ഥിതിക്ക് അത് തീർത്തിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് പല്ലവി പ്രതാപനോട് ചോദിച്ചു. ഭാര്യയും ഭർത്താവും അതെ കുടുംബം എന്നുള്ളൊരു എസ്റ്റാബ്ലിഷിന്റെ ഭാഗമാണെങ്കിലും അവർ രണ്ട് സ്വകാര്യ വ്യക്തികൾ കൂടിയാണ് എന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ ഭരണഘടന സ്വകാര്യ വ്യക്തികൾക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള എല്ലാ മൗലിക അവകാശങ്ങളും അവർക്കും കൂടി ബാധകമാണെന്ന് നമ്മുടെ പല്ലവി അങ്ങ് പറഞ്ഞു. കൂടുതൽ അറിയണം എന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം ഞാൻ എന്ന് പ്രതാപനെ അവിടെയും പൊളിച്ചടുക്കി. പ്രതാപൻ നാണം കെട്ടിങ്ങനെ നിൽക്കുക. പത്മേ ബാ എന്നും പറഞ്ഞു പത്മയും കൂടി അങ്ങ് പോവാണ് പ്രതാപൻ. പിന്നെ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, നാണക്കേടല്ലേ. വടി വിഴുങ്ങിയതുപോലെ രണ്ടെണ്ണം കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ പല്ലവി ചെന്നിട്ട്, നന്നായി അച്ചു അങ്ങനെ പറഞ്ഞത്. അച്ചു സാധാരണ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളാണല്ലോ, എന്തു പറ്റി ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് തോന്നാനെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ജീവിതമല്ലേ ചേച്ചി, പറയണമെന്ന് തോന്നി എന്ന് നമ്മുടെ അച്ചു പറയാം. ഞാൻ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞതെന്ന് പറയുമ്പോൾ, നീ പറഞ്ഞതിലെ ഒരു തെറ്റുമില്ല മോളെ, നീ പറഞ്ഞതിൽ ശരി മാത്രമേ ഉള്ളൂ എന്ന് അമ്മയും പറയാം. ഞാൻ നിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് പൂർണ്ണിമ അച്ചുവിനെ ചേർത്ത് പിടിക്കുക. എൻ്റെ ഈ 2 മക്കൾ അപൂർണ്ണ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ അവരെ 3 പേരും കൂടെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ശോഭാമയും അച്ഛനെയാണ് കാണിക്കുന്നത്. അവർ 2 പേരും കൂടി ഇരുന്ന് പാറുവിൻ്റെ കല്യാണക്കാരത്തെ പറ്റി പറയുവാണ്. അല്ലെങ്കിൽ അപകടമാണെന്നൊക്കെ ശോഭാമ ഇങ്ങനെ അച്ഛനോട് പറയുവാണ്. ദേ വലയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ചിലർ, അതിൽ ചെന്ന് വീണാൽ പിന്നെ ഒരിക്കലും അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി പോരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, തെളിച്ച് പറയണ്ടേ ശോഭയെ, അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ ഞാൻ ജോലിസിനൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് പിന്നെ അത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് പാറു ഇറങ്ങി വരുന്നത് ശോഭ കാണുന്നത്. അപ്പോഴത്തേക്കും സംസാരം അങ്ങ് നിർത്തി. സംസാരം നിർത്തിയപ്പോൾ അച്ഛൻ നോക്കും. അപ്പോൾ മോൾ ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പിന്നെ പറയാം എന്ന് അച്ഛനോട് പതുക്കെ ശോഭ പറയൂ കേട്ടോ. ഈ സമയത്ത് അതെന്താമേ അമ്മ പറയാമെന്നത് നിർത്തിക്കളഞ്ഞത്? എൻ്റെ കല്യാണത്തെ പറ്റിയാണല്ലോ അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആണെന്നല്ലേ നല്ലത്, അതല്ലേ അതിൻ്റെ മാന്യത എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ തീരുമാനിക്കും, നീ അനുസരിക്കും എന്ന് ശോഭ. കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട. അപ്പം എന്നമ്മയുടെ ആര് പറഞ്ഞു? ചേച്ചി അല്ല ഞാൻ. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട്. അപ്പം നിൻ്റെ തീരുമാനത്തെ പറ്റിയൊന്നും നീ എന്നോട് പറയണ്ട, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പം, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? അപ്പം അറിഞ്ഞിടത്തോളം മതിയടി എന്നും പറഞ്ഞുകൊണ്ട് ശോഭ. ഒരു കല്യാണം കൊണ്ടേ ഈ കുടുംബത്തിൽ ഞങ്ങൾക്കുണ്ടായി മാനക്കേടേ അത് ഇതുവരെ മാറിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പറയുക. അതുപോലെ ഒരു ബന്ധം ഇനി ആവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പം തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇന്ദ്രനെ പറ്റി നിങ്ങൾ ശരിക്കും അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? വലിയ വീട്ടിൽ നിന്നൊരു ആലോചന വന്നപ്പോൾ വേറൊന്നും ചിന്തിക്കാതെ നിങ്ങളല്ലേ എടുത്തു ചാടി ഈ കല്യാണം നടത്തിയതെന്ന് പാറു ചോദിക്കാം. അച്ഛൻ്റെ അമ്മയുടെ മായടഞ്ഞു. പിന്നെ ഞാനൊരു വിവാഹം കഴിക്കണമെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ആയിരിക്കും, ഞാൻ കണ്ടുപിടിക്കുന്ന ഒരാളെ ആയിരിക്കും എന്ന് നമ്മുടെ പാറു പറഞ്ഞു. അപ്പം മോളെ എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചപ്പോൾ, അതെ അച്ഛാ, ചേച്ചിയുടെ അനുഭവം ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് നമ്മുടെ പാറു പറയുക. നിന്റെ ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ലടി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനിട്ട് സമ്മതിക്കൂല്ല എന്ന് ഈ ശോഭാമ പാറുവിനോട് പറയുക. അത് കേട്ടപ്പോൾ പാറു ഇങ്ങനെ അമ്മയെ തന്നെ തുറച്ച് നോക്കുക കേട്ടോ. ആരാണെന്ന് അറിയോ ഇവള് കണ്ടുവച്ചിരിക്കുന്ന ആള്? ആ ഇന്ദ്രൻ്റെ അനുജൻ വിശ്വജിത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഞെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ പാറു ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു രക്ഷയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അമ്മ എന്നിട്ട് പാറുവിന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പം എന്താ മോളെ ഞാൻ ഈ കേൾക്കണേന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. പല്ലവിയുടെ ജീവിതം തകർത്തവനല്ല ഇന്ദ്രൻ, എന്നിട്ടാണോ നീ? അപ്പം എൻ്റെ പൊന്നച്ഛൻ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു പാറു. ഒന്നും പറയണ്ട,
എനിക്കെല്ലാം അറിയാമെന്ന് ശോഭ പറയുമ്പോൾ അമ്മയ്ക്ക് എന്തറിയാമെന്നാ? അമ്മയുടെ ഒക്കെ കുഴപ്പം ഇതാ, സത്യം മനസ്സിലാക്കുന്നതിന് മുന്നേ അമ്മ എടുത്ത് ചാടുമെന്ന് പറഞ്ഞു പാറു. അതെടി ഞാൻ ചാടും. എൻ്റെ സ്ഥാനത്ത് ഏതൊരു അമ്മയാണെങ്കിലും ഇതൊക്കെ തന്നെ അടി ചെയ്യത്തുള്ളൂ. സ്വന്തം മക്കളുടെ നന്മ ആഗ്രഹിക്കാത്തവരാണ് ഞങ്ങളെന്ന് നിനക്ക് പറയാൻ പറ്റുമോടി എന്ന് ചോദിച്ചുകൊണ്ട് ശോഭ ഭയങ്കരമായിട്ട് ഉറഞ്ഞു തുള്ളു പാറുവിൻ്റെ മുന്നിൽ. പാറു ആണെങ്കിൽ വിട്ടു കൊടുക്കുന്നില്ല. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്നു. ഇപ്പം എനിക്ക് ഭ്രാന്ത് തന്നെ അടിയെന്ന് പറഞ്ഞു അമ്മ. ദേ ഞങ്ങളെ സങ്കടപ്പെടുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ ഇങ്ങനൊരു മകളില്ലെന്ന് ഞങ്ങളങ്ങ് വിചാരിക്കും. എന്നാൽ അങ്ങനെ കരുതുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് പാറുവിനെ തല്ലാനായിട്ട് ശോഭ കൈ വെക്കുമ്പം ദേ നിർത്ത്, ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടെന്ന് പറഞ്ഞു. അപ്പം കേട്ടില്ലേ മാഷേ ഇവള് പറഞ്ഞത്? ഇതിനാണ് നമ്മളിവളെ വളർത്തിയത്. അപ്പം ഞാൻ സംസാരിച്ചോളാം അവളോട്, നീ അകത്തോട്ട് പോകാൻ പറഞ്ഞു. നിന്നോടാ പറഞ്ഞത് പോവാൻ. അങ്ങനെ ശോഭയെ പറഞ്ഞു വിടുക. അപ്പോൾ ദേ നേരത്തെ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നല്ലോ മോളെ, ഒരു ജോലി കിട്ടിയപ്പോൾ എല്ലാം ആയിന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ മോളോട്. അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കണം. അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കാം. അപ്പം അവളെ എനിക്കറിയാം, നീ അവളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട എന്ന് അച്ഛനും. ഇന്ദ്രജിത്തും ആ കുടുംബവും നമ്മളുടെ ശത്രുക്കളാണ്, അവരുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ മോളെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞു അച്ഛൻ വീണ്ടും പറയുമ്പോൾ അച്ഛൻ ഞാനൊന്നും പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. വേണ്ട, വിശദീകരണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ. ശോഭയ്ക്ക് ഇഷ്ടമല്ല, എനിക്കും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എൻ്റെ മോളും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് അച്ഛൻ മോളോടങ്ങ് പറഞ്ഞു. ചുമ്മാ കാര്യം കേൾക്കാതെ അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട് നമ്മുടെ പാറു വല്ലാതായിട്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ അടുത്ത പുത്തൻ പുതുവിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.